तारिणे जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा हरे कृष्ण 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 हरे 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 राम 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 हरे हरे। ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय ओम नमो भगवते वासुदेवाय। निगमकल्पतरोर्गलितं फलं सुगमुगात् अमृतद्रव संयुतं पिबता भागवतं रसमालयं मुहुरहो रसिका भुवि भावुकाः। नारायणं नमस्कृत्यं नरं चैव नरोत्तमं देवीं सरस्वतीं व्यासं ततो जयमुदीरयेत्। नष्टप्रायेषु भद्रेषु नित्यं भागवत सेवया भगवती उत्तमश्लोके भक्तिर्भवति नैष्ठिकीम्। कृष्णाय वासुदेवाय देवकी नंदनाय च नंदगोपकुमाराय गोविंदाय नमो नमः। हरे कृष्ण। श्रीमद् भागवतം ചതുർത്ഥ സ്കന്ധം 21-ാമത്തെ ശ്ലോകം പൃഥുമഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ അവസാനത്തെ 2 ശ്ലോകങ്ങളും 22-ാമത്തെ അധ്യായം പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ആദ്യത്തെ 3 ശ്ലോകങ്ങളും വായിക്കാം. ശ്ലോകം 51. അദ്യാനസ്തമസപാര ത്വയോപാസിതാ പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംജ്ഞിതൈഃ. നമോ വിവൃതസത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രമാവിശ്യ ബിഭർത്തീദം സ്വതേജസാ. അധ്യായം 22. പൃഥുമഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 1 മുതൽ വായിക്കാം. മൈത്രേയ ഉവാച ജനേഷു പ്രഗൃണാത്സ്വേവം പൃഥും പൃഥുലാ വിക്രമം തത്രോപജഗ്മുർമുനയ ചത്വാരാ സൂര്യവർച്ചസഃ. താംസ്തു സിദ്ധേശ്വരാൻ രാജാ വ്യോഗ്നോപതരതോർച്ചിഷാ ലോകാന പാപാൻ കുർവത്യ സാനുഗോചഷ്ടലക്ഷിതാൻ. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിത്സുരിവോത്ഥിതഃ സസദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവ. വിവർത്തനം വായിച്ചോളൂ. ഹരേ കൃഷ്ണ പ്രഭുജി. ബേബി മാതാജി വായിച്ചോളൂ. ഹരേ കൃഷ്ണ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭാഗവതം സ്കന്ധം 4:2 അധ്യായം 21. പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ. ശ്ലോകം 51. അദ്യനാതമസാ പാരാ ത്വയാ ഉപാസാദിത പ്രഭോ ഭ്രാമ്യതാം നഷ്ടദൃഷ്ടീനാം കർമ്മഭിർദൈവ സംജ്ഞിതേ. വിവർത്തനം. പൗരന്മാർ തുടർന്നു, ഇന്ന് നീ ഞങ്ങളുടെ കണ്ണുകൾ തുറപ്പിക്കുകയും അന്ധകാര സമുദ്രത്തിന്റെ മറുകര പറ്റേണ്ടതെങ്ങനെയെന്ന് ഞങ്ങൾക്ക് വെളിവാക്കി തരികയും ചെയ്തു. ഞങ്ങളുടെ കഴിഞ്ഞകാല പ്രവൃത്തികളും പരമാധികാരിയുടെ ക്രമീകരണവും നിമിത്തം ഫലേച്ഛാ കർമ്മങ്ങളുടെ വലയത്തിൽ കുരുക്കപ്പെടുകയും ജീവിതത്തിന്റെ ദൈവവിധിയെക്കുറിച്ചുള്ള ഉൾക്കാഴ്ച നഷ്ടപ്പെടുകയും ചെയ്ത ഞങ്ങൾ ഈ വിശ്വപ്രപഞ്ചത്തിലാകെ അലഞ്ഞു തിരിയുകയായിരുന്നു. ഹരേ കൃഷ്ണ. ശ്ലോകം 52. നമോ വിവൃദ്ധ സത്വായ പുരുഷായ മഹീയസേ യോ ബ്രഹ്മക്ഷത്രം ആവിശ്യ ബിഭർത്തീദം സ്വതേജസാ. വിവർത്തനം. പ്രിയപ്പെട്ട പ്രഭോ, അവിടുത്തെ വിശുദ്ധ സത്വത്തിന്റെ അസ്തിത്വത്താലാണ് നിലകൊള്ളുന്നത്. ആയതിനാൽ പരമോന്നതനായ ഭഗവാന്റെ പരിപൂർണനായ പ്രതിനിധിയാണ് അങ്ങ്. നിന്റെ സ്വന്തം കരുത്തിന്റെ പേരിൽ അങ്ങ് പുകഴ്ത്തപ്പെടുന്നു. അങ്ങ് സമസ്ത ലോകത്തെയും ബ്രാഹ്മണീയ സംസ്കാരം
പരിചയപ്പെടുത്തി പരിപാലിക്കുകയും ഒരു ക്ഷത്രിയനെന്ന നിലയിലുള്ള അങ്ങയുടെ ധർമ്മരീതിയിൽ എല്ലാവരെയും സംരക്ഷിക്കുകയും ചെയ്യുന്നു. ശ്രീമദ് ഭാഗവതം 4-ാം സ്കന്ധം 21-ാം അധ്യായം പൃഥു മഹാരാജാവിന്റെ നിർദ്ദേശങ്ങൾ എന്ന ഭക്തിവേദാന്ത വ്യാഖ്യാനം ഇപ്രകാരം സമാപിച്ചു. അധ്യായം 22. പൃഥു മഹാരാജാവ് 4 കുമാരന്മാരുമായി സന്ധിക്കുന്നു. ശ്ലോകം 1. മൈത്രേയ ഉവാച ജനേഷു പ്രകൃണൽസേവം പൃഥും പൃഥുല വിക്രമം തത്ര ഉപജഗ്മു മുനയ ചത്വാര സൂര്യവർച്ചസഃ. വിവർത്തനം. മഹാമുനി മൈത്രേയൻ പറഞ്ഞു, അതിശക്തിമാനായ പൃഥു മഹാരാജാവിനോട് പൗരന്മാർ അപ്രകാരം പ്രാർത്ഥിച്ചു നിൽക്കുമ്പോൾ സൂര്യതുല്യം പ്രകാശിക്കുന്ന 4 കുമാരന്മാർ അവിടെ വന്നു ചേർന്നു. ശ്ലോകം 2. താംസ്തു സിദ്ധേശ്വരാൻ രാജ വ്യോംന അവതാരതോ അർച്ചിഷ ലോകാനപാപൻ കുർവത്യ സാനുക അജഷ്ടലക്ഷിതാൻ. ആകാശത്തിൽ നിന്നിറങ്ങി വന്ന എല്ലാ നിഗൂഢ ശക്തികളുടെയും ഗുരുക്കന്മാരായ 4 കുമാരന്മാരുടെ ഉജ്ജ്വല തേജസ് ദർശിച്ച പൃഥു മഹാരാജാവിനും അനുചരന്മാർക്കും അവരെ തിരിച്ചറിയാൻ കഴിഞ്ഞു. ശ്ലോകം 3. തദ്ദർശനോദ്ഗതാൻ പ്രാണാൻ പ്രത്യാദിൽസു ഇവ ഉത്തിതഃ സദസ്യാനുഗോ വൈന്യ ഇന്ദ്രിയേശോ ഗുണാനിവ. വിവർത്തനം. കുമാരന്മാരെ ദർശിച്ച പൃഥു മഹാരാജാവ് അവരെ സ്വീകരിക്കുവാൻ വളരെ ആകാംക്ഷാഭരിതനായി. അതുമൂലം അവൻ അദ്ദേഹത്തിന്റെ എല്ലാ സദസ്യരോടൊപ്പം വളരെ തിടുക്കത്തിൽ ചാടി എഴുന്നേറ്റു. ഒരു ബദ്ധാത്മാവിന്റെ ഇന്ദ്രിയങ്ങൾ ഭൗതിക പ്രകൃതിയുടെ ഗുണങ്ങളാൽ വളരെ പെട്ടെന്ന് ആകർഷിക്കപ്പെടുന്നത് പോലെ. ഹരേ കൃഷ്ണ 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 ഹരേ 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 രാമ 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 ഹരേ ഹരേ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു ബേബി മാതാജി. ഹരേ കൃഷ്ണ. അപ്പോൾ പൃഥു മഹാരാജാവ് യജ്ഞവേദിയിൽ വെച്ച് ദേവന്മാർക്കും ഋഷിമാർക്കും തന്റെ പൗരജനങ്ങൾക്കുമെല്ലാം സ്വധർമ്മയോഗം എങ്ങനെയാണ് സ്വന്തം പ്രവൃത്തികൾ ഭഗവാന്റെ സേവനമായിട്ട് ഉപയോഗിക്കേണ്ടത്, സ്വന്തം പ്രവൃത്തികളെല്ലാം ഭഗവാന്റെ സേവനമായിട്ട് ചെയ്യണമെന്നും ഭഗവാന്റെ ഭക്തന്മാരെയും വൈഷ്ണവന്മാരെയും ആദരിക്കണമെന്നും അവർക്ക് സേവനം ചെയ്യണമെന്നും അങ്ങനെ ചെയ്യുന്നതിലൂടെ സ്വന്തം ഹൃദയത്തിലെ എല്ലാ മാലിന്യങ്ങളും ഇല്ലാതായി സമാധാനം ഉണ്ടാകുമെന്നും അവസാനം ഭഗവാനിലേക്ക് തിരിച്ചു പോകാൻ സാധിക്കുമെന്നും ഉള്ള നിർദ്ദേശം പൃഥു മഹാരാജാവ് ജനങ്ങൾക്ക് നൽകി. അത് കേട്ട സമയത്ത് അവിടെയുള്ള ജനങ്ങളും സദസ്യരും ദേവന്മാരും മഹർഷിമാരും പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് സംസാരിക്കാൻ തുടങ്ങി. അങ്ങ് പറഞ്ഞിട്ടുള്ളതെല്ലാം വളരെ പ്രയോജനകരമായിട്ടുള്ള കാര്യങ്ങളാണ്. ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും പ്രയോജനകരമായിട്ടുള്ള കാര്യമാണ് അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ളത്. അങ്ങ് ഭഗവാന്റെ ഉന്നതനായിട്ടുള്ള ഭക്തനാണ്. അതുകൊണ്ട് അങ്ങയുടെ ഭരണത്തിന് കീഴിലുള്ള ജീവിതം ഞങ്ങൾ വളരെയധികം സന്തോഷത്തോടുകൂടി ആസ്വദിക്കുകയാണ്. അതുകൊണ്ട് അങ്ങേക്ക് ദീർഘായുസ് ഉണ്ടാവട്ടെ. അങ്ങയുടെ ഭരണത്തിന് കീഴിൽ ജീവിതകാലം മുഴുവൻ ജീവിക്കാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഞങ്ങൾക്കതിൽ അഭിമാനമുണ്ട് എന്നവർ പറഞ്ഞു. അങ്ങനെ പൃഥു മഹാരാജാവിനെ അഭിനന്ദിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്തു. അതിനുശേഷം പൃഥു മഹാരാജാവിനോട് നന്ദിപൂർവ്വം അവര് പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. ഇവിടെ അങ്ങ് പറഞ്ഞു തന്നിട്ടുള്ളതെല്ലാം അങ്ങയുടെ നിർദ്ദേശങ്ങൾ ഞങ്ങളുടെ ജീവിതത്തിനെ വഴിതിരിച്ചു വിടുന്നതാണ്. ഞങ്ങൾ ഇതുവരെ ഒരു മാർഗനിർദ്ദേശവും കിട്ടാതെ, ആത്മീയമായിട്ടുള്ള ഒരു മാർഗനിർദ്ദേശവും കിട്ടാതെ അലഞ്ഞു തിരികെയായിരുന്നു. ഒന്നുകിൽ അത് ഞങ്ങളുടെ കർമ്മഫലം കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ ഭഗവാന്റെ അതൊരു ഈശ്വര നിശ്ചയമായിരിക്കാം. എന്തുകൊണ്ടോ ഞങ്ങൾക്ക് ജീവിതത്തിൽ ഇതുവരെ ജീവിതത്തിന്റെ ലക്ഷ്യം എന്താണ്, എന്തിനു വേണ്ടിയിട്ടാണ് ഞങ്ങൾ പ്രവർത്തിക്കുന്നത്, ആർക്കു വേണ്ടിയിട്ടാണ് നമ്മൾ പ്രവർത്തിക്കുന്നത്, ഇതൊന്നും അറിയാതെ ഞങ്ങൾ അന്ധകാരത്തിലായിരുന്നു. കാരണം ഇതിന്റെ മുന്നേ ഒരു രാജാവോ യഥാർത്ഥ ഭരണ സംവിധാനമോ ആത്മീയമായിട്ടുള്ള വിദ്യാഭ്യാസമോ ഒന്നും ഇവിടെ ഉണ്ടായിരുന്നില്ല. ഇപ്പോൾ അങ്ങ് ഞങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശങ്ങൾ നൽകി. എന്താണ് ജീവിതത്തിന്റെ ലക്ഷ്യം? ഭഗവാനെ സേവിക്കുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഭഗവാനെ സേവിച്ച് എല്ലാവിധ ദോഷങ്ങളിൽ നിന്നും മുക്തരായി അവസാനം ആത്യന്തികമായിട്ടുള്ള ലക്ഷ്യമായിട്ടുള്ള ഭഗവത് ധാമത്തിലേക്ക് തിരിച്ചു പോവുക.
മറ്റുള്ള ഭക്തന്മാരെ സേവിക്കുക, ഡോക്കളെ സേവിക്കുക, ഇതെല്ലാം ചെയ്ത് ശുദ്ധരായി ഭഗവാനിലേക്ക് തിരിച്ചു പോകുക എന്നുള്ളതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം എന്ന് അങ്ങ് ഞങ്ങൾക്ക് പറഞ്ഞു തന്നു. ഇത് ഞങ്ങളുടെ കണ്ണ് തുറപ്പിക്കുന്നതാണ്. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുട്ടിനെ അങ്ങ് ഇല്ലാതാക്കി ഞങ്ങൾക്ക് ആത്മീയമായിട്ടുള്ള വ്യക്തമായിട്ടുള്ള മാർഗനിർദ്ദേശം അങ്ങയിൽ നിന്ന് ലഭിച്ചു എന്ന് സദസ്യർ വളരെ നന്ദിപൂർവ്വം പൃഥു മഹാരാജാവിനോട് പറയുകയാണ്. അപ്പോൾ ഒരു ഭക്തന്റെ കടമ അല്ലെങ്കിൽ ഒരു രാജാവിന്റെ കടമ ഇത് തന്നെയാണ്. ജനങ്ങൾക്ക് വ്യക്തമായിട്ടുള്ള ആത്മീയമായിട്ടുള്ള നിർദ്ദേശങ്ങൾ നൽകുക, അവരുടെ ജീവിതത്തിലെ ഇരുട്ടിനെ ഇല്ലാതാക്കുക, അവരെ തിരിച്ചു ഭഗവാനിലേക്ക് എത്തിക്കാൻ സഹായിക്കുക. എല്ലാ ആത്മീയ ഗുരുക്കന്മാരും ഇത് തന്നെയാണ് ചെയ്യുന്നത്. അപ്പോൾ ഭഗവാന്റെ ഭക്തിയെക്കുറിച്ച് കേൾക്കാൻ ലഭിക്കുന്ന അവസരം വളരെ വിരളമാണ്. അത് നമ്മുടെ ജീവിതത്തിൽ വലിയ ഭാഗ്യമാണ് ഉണ്ടാക്കുന്നത് എന്ന് ഭാവാർത്ഥത്തിൽ ശ്രീലപ്രഭുപാദർ വിശദീകരിക്കുന്നു. എത്രയോ ജന്മങ്ങൾക്ക് ശേഷമാണ് ബ്രഹ്മാണ്ഡേ ഭ്രമിതേ ഭാഗ്യവാൻ ജീവ, ബ്രഹ്മാണ്ഡങ്ങളിൽ ഒരുപാട് ജന്മങ്ങൾ എടുത്തതിന് ശേഷമാണ് ഒരു ജീവന് ഭഗവാനെ കുറിച്ച് കേൾക്കാനുള്ള അവസരം ഉണ്ടാകുന്നത്. ഗുരു കൃഷ്ണപ്രസാദേ ഭക്തിലതാബേജ്, ഗുരുവിന്റെയും ഭഗവാന്റെയും കാരുണ്യം കൊണ്ടാണ് ഭഗവാനെ കുറിച്ച് കേൾക്കാൻ സാധിക്കുന്നത്. എങ്ങനെ ഭഗവാന്റെ സേവനം ചെയ്യാം എന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അത് ചെയ്യാൻ തുടങ്ങുന്നതോടുകൂടി നമ്മുടെ സംശയങ്ങളൊക്കെ ഇല്ലാതാവും. നമ്മുടെ മനസ്സിലുള്ള എല്ലാ മാലിന്യങ്ങളും ഇല്ലാതായിട്ട് മാറും. നമ്മുടെ ജീവിതം ശുദ്ധമായിട്ട് മാറും. നമ്മുടെ ജീവിതം സന്തോഷപ്രദമായിട്ട് മാറും. അങ്ങനെ നമുക്ക് വെളിച്ചം ലഭിക്കും. ജീവിതത്തിലെ ഇരുട്ടെല്ലാം ഇല്ലാതാകും. തമസോമ ജ്യോതിർഗമ എന്ന് വേദങ്ങളിൽ പറയുന്നു. അത് ഭഗവാന്റെ ഭക്തി ചെയ്യുന്നതിലൂടെയാണ്. അപ്പോൾ അങ്ങനെ ഒരു വെളിച്ചം ഞങ്ങൾക്ക് കിട്ടി. ഞങ്ങളുടെ ജീവിതത്തിലെ ഇരുളെല്ലാം ഇല്ലാതായി. ഞങ്ങളുടെ സംശയമൊക്കെ തീർന്നു. അർജുനനും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഭഗവത്ഗീത കേട്ട സമയത്ത്, എന്റെ സംശയമൊക്കെ തീർന്നു. നഷ്ടോ മോഹ സ്മൃതിർലബ്ധാ ത്വത്പ്രസാദാത്മയാച്യുത. അപ്പോൾ ഒരു ജ്ഞാനം സ്വീകരിച്ച സമയത്ത് അവർ അതിനോട് നന്ദി സൂചിപ്പിക്കുന്നു. അർജുനൻ ഭഗവാനോട് നന്ദി സൂചിപ്പിക്കുന്നു. അങ്ങയുടെ പ്രസാദം കൊണ്ട് എന്റെ എല്ലാവിധ സംശയങ്ങളും ഇല്ലാതായി. അങ്ങയുടെ പ്രസാദം ത്വത്പ്രസാദാത്മയാച്യുത എന്ന് പറയും. അതേപോലെ ഇവിടെ ആ സദസ്യരും പറയുന്നത് അങ്ങയുടെ പ്രസാദം കൊണ്ട്, പൃഥു മഹാരാജാവിന്റെ പ്രസാദം കൊണ്ട്, പൃഥു മഹാരാജാവിന്റെ കാരുണ്യം കൊണ്ട് ഞങ്ങളുടെ തമസ്സെല്ലാം അത്യന്ന തമസപാരം, ഈ തമസ് ഇല്ലാതായി. എങ്ങനെ ഭൗതിക ലോകത്തിന്റെ പുറത്തേക്ക് കടക്കാം, ഈ ഇരുട്ടിന്റെ പുറത്തേക്ക് കടക്കാം എന്നുള്ള മാർഗം അങ്ങ് ഞങ്ങൾക്ക് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട് എന്ന് ആ സദസ്യർ പൃഥു മഹാരാജാവിനോടുള്ള നന്ദി സൂചകമായിട്ട് പറഞ്ഞു. അതിനുശേഷം പൃഥു മഹാരാജാവിന്റെ ഭരണരീതിയെയും അവർ പുകഴ്ത്തുകയാണ്. പൃഥു മഹാരാജാവ് ബ്രാഹ്മണീയമായിട്ടുള്ള സംസ്കാരത്തെ സംരക്ഷിക്കുന്നവനാണ്. യോ ബ്രഹ്മക്ഷത്രമാവേശ്യ, അങ്ങയുടെ ക്ഷത്രിയമായിട്ടുള്ള ശക്തി കൊണ്ട്, അങ്ങയുടെ ശക്തി വളരെയധികം പുകഴ്ത്തപ്പെട്ടതാണ് എന്ന് ഇവിടെ പറഞ്ഞു. പുരുഷായ മഹീയസെ, അങ്ങയുടെ പൗരുഷം, അങ്ങയുടെ വീര്യം, അങ്ങയുടെ ശക്തി മഹീയസെ, ലോകം മുഴുവൻ വാഴ്ത്തുന്നതാണ്. ആ ക്ഷത്രിയമായിട്ടുള്ള ശക്തി കൊണ്ട് അങ്ങ് എന്താണ് ചെയ്യുന്നത്? ബ്രഹ്മക്ഷത്രം ആവശ്യ, ബ്രാഹ്മണീയമായിട്ടുള്ള സംസ്കാരത്തെ, ആത്മീയമായിട്ടുള്ള സംസ്കാരത്തെ അങ്ങ് നിലനിർത്തുന്നു. അപ്പം ആത്മീയമായിട്ടുള്ള സംസ്കാരത്തെ നിലനിർത്തേണ്ടത് രാജാവിന്റെ ധർമ്മമാണ്. സമൂഹത്തിൽ ആത്മീയമായിട്ടുള്ള സംസ്കാരത്തെയാണ് ബ്രാഹ്മണീയമായിട്ടുള്ള സംസ്കാരം എന്ന് പറയുന്നത്. ജനങ്ങൾക്ക് ഈശ്വരനെ കുറിച്ച് പറഞ്ഞു കൊടുക്കുക എന്നുള്ളതാണ് ബ്രാഹ്മണന്റെ ധർമ്മം. അത് ചെയ്തിട്ടില്ലെങ്കിൽ ആത്മീയ സംസ്കാരം സമൂഹത്തിൽ നിന്നും ഇല്ലാതായിട്ട് മാറും. പക്ഷെ ആ ബ്രാഹ്മണരെ സംരക്ഷിക്കേണ്ട ചുമതല ക്ഷത്രിയന്മാർക്കാണ്. ബ്രാഹ്മണന്മാർ ഒരിക്കലും സ്വയം പ്രതിരോധിക്കുന്നില്ല. അവർ ആയുധ പരിശീലനം നടത്തുന്നില്ല. ആയുധ പരിശീലനം നടത്തുന്നതും പ്രതിരോധ മാർഗങ്ങൾ പരിശീലിക്കുന്നതും ക്ഷത്രിയന്മാരാണ്. അപ്പോൾ ക്ഷത്രിയനും ബ്രാഹ്മണനും പരസ്പരം സഹകരിച്ചു നിന്നു കഴിഞ്ഞാൽ സമൂഹത്തിൽ ആത്മീയമായിട്ടുള്ള അഭിവൃദ്ധി ഉണ്ടാകാം. ആത്മീയമായിട്ടും ഭൗതികമായിട്ടും അഭിവൃദ്ധി ഉണ്ടാകും. അതിന് ബ്രാഹ്മണരും ക്ഷത്രിയരും പരസ്പരം സഹകരിക്കണം. ക്ഷത്രിയർ ബ്രാഹ്മണരെ സംരക്ഷിക്കണം. ബ്രാഹ്മണർ ക്ഷത്രിയന്മാർക്കും എല്ലാ ജനങ്ങൾക്കും ആത്മീയമായിട്ടുള്ള സംസ്കാരം പകർന്നു കൊടുക്കണം. ഇങ്ങനെയാണ് സമൂഹത്തിന് ഉന്നതി ഉണ്ടാകുന്നത്. അത് അങ്ങ് വളരെ മനോഹരമായിട്ട് ചെയ്യുന്നുണ്ട്. അങ്ങയുടെ ധർമ്മം അങ്ങ് വളരെ കൃത്യമായിട്ട് ചെയ്യുന്നുണ്ട്
അതിൽ ഞങ്ങൾക്ക് എല്ലാവർക്കും വലിയ സന്തോഷമുണ്ട് എന്നാണ് ഇവിടെ സദസ്യർ പറയുന്നത്. അങ്ങനെ പൃഥു മഹാരാജാവിനോട് അനുഗ്രഹപൂർവം പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് പൃഥു മഹാരാജാവിനോട് നന്ദിപൂർവ്വം ആ സദസ്യരൊക്കെ സംസാരിച്ചു കൊണ്ടിരിക്കുന്ന സമയത്ത് എന്താണ് സംഭവിച്ചത് എന്നാണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. എന്താണ് സംഭവിച്ചത്? ഇങ്ങനെ സദസ്യർ പൃഥു മഹാരാജാവിനെ അഭിനന്ദിച്ചുകൊണ്ട് കീർത്തിച്ചുകൊണ്ട് സംസാരിക്കുന്ന സമയത്ത് ആകാശത്ത് നിന്നും സൂര്യ തേജസ്സോടുകൂടി പ്രകാശിക്കുന്ന 4 രൂപങ്ങൾ അവിടേക്ക് എത്തിച്ചേർന്നു എന്നാണ് പറയുന്നത്. ജനേഷു പ്രഗണസേവം പൃഥുല വിക്രമം തത്രോപജഗ്മുർമുനയ ചത്വാര സൂര്യവർച്ചസ. 4 മഹർഷിമാർ, സൂര്യനെ പോലെ പ്രകാശിക്കുന്ന സൂര്യ തേജസ്സോട് കൂടിയിട്ടുള്ള 4 മുനികൾ, 4 മഹർഷിമാർ അവിടേക്ക് വന്നു ചേർന്നു എന്നാണ് പറയുന്നത്. 4 കുമാരന്മാർ അവിടെ എത്തിച്ചേർന്നു. അവര് സൂര്യനെ പോലെ തേജസ്സുള്ളവരായിരുന്നു. അവര് ബ്രഹ്മ തേജസ്വികളായിരുന്നു. ആ ബ്രഹ്മ തേജസ്സുള്ള 4 കുമാരന്മാരെ കുറിച്ചാണ് 2ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. താം സ്തു സിദ്ധേശ്വരാൻ രാജ. അവരാരാണ്? സിദ്ധേശ്വരന്മാരാണ് എന്നാണ് പറയുന്നത്. സിദ്ധികളിൽ ഈശ്വരന്മാരാണ്, അല്ലെങ്കിൽ സിദ്ധന്മാരുടെ ഈശ്വരന്മാരാണ്. അഷ്ടസിദ്ധികൾ, യോഗചര്യയിലൂടെ അഷ്ടസിദ്ധികൾ നേടാൻ സാധിക്കും. അണിമ, ലഘിമ, പ്രാഗാമ്യം, പ്രാപ്തി, ഈശിത്വം, വശിത്വം എന്നൊക്കെ പറഞ്ഞ് 8 സിദ്ധികൾ നേടാൻ സാധിക്കും. അങ്ങനെയുള്ള സിദ്ധികളൊക്കെ നേടിയവരിൽ ഏറ്റവും ഉന്നതരായിട്ടുള്ളവരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അങ്ങനെ സിദ്ധികൾ നേടുന്നവരെയാണ് സിദ്ധന്മാർ എന്ന് പറയുന്നത്. ആ സിദ്ധികൾ നേടിയവരിൽ ഈശ്വരന്മാരാണ് ഇവിടെ വന്നിട്ടുള്ളത്. അവരുടെ ഏറ്റവും ഉന്നതരായിട്ടുള്ള വ്യക്തികളാണ് ഇവിടെ വന്നിട്ടുള്ളത്. താംസ്തു സിദ്ധേശ്വരൻ. അവര് സിദ്ധേശ്വരന്മാര്, സിദ്ധന്മാരിൽ ഈശ്വരന്മാരാണ് എന്ന് പറയും. പാപരഹിതം. അവരുടെ പ്രത്യേകത എന്താണ്? അപാപാൻ. അവരിൽ യാതൊരു കളങ്കവുമില്ല. അവർ കുട്ടികളാണ്. അവരിൽ യാതൊരു കളങ്കവുമില്ലാത്ത, പാപം ഒന്നുമില്ലാത്ത, അല്ലെങ്കിൽ പാപപ്രവൃത്തികൾ സംഭവിക്കുന്ന സ്ഥലത്ത് പ്രവേശിക്കാത്തവരാണവർ. എവിടെയെങ്കിലും പാപം നടക്കുന്നുണ്ടെങ്കിൽ അവിടേക്ക്, ആ ഭാഗത്തേക്ക് തന്നെ പോകാത്ത വ്യക്തികളാണ്. പാപം ഒരിക്കലും ബാധിക്കാത്തവരാണ് ഈ സിദ്ധേശ്വരന്മാർ എന്ന് പറയും. അവരെ കണ്ട ഉടനെ പൃഥു മഹാരാജാവിനും ദേവന്മാർക്കും മറ്റു സദസ്യർക്കും ആരാണ് എത്തിച്ചേർന്നിട്ടുള്ളത് എന്ന് വ്യക്തമായിട്ട് മനസ്സിലായി. ആരാണ് വന്നിട്ടുള്ളത് എന്ന് മനസ്സിലായി. അപ്പോൾ അവരെ കണ്ട ഉടനെ പൃഥു മഹാരാജാവ് എന്താണ് ചെയ്തത് എന്നാണ് 3ാമത്തെ ശ്ലോകത്തിൽ പറയുന്നത്. പ്രത്യാദിശുരീവോത്ഥിത. പൃഥു മഹാരാജാവ് പെട്ടെന്ന് തന്നെ ചാടി എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഉത്ഥിത, എഴുന്നേറ്റു. പൃഥു മഹാരാജാവ് ഞാൻ ലോകത്തിന്റെ മുഴുവൻ ചക്രവർത്തിയാണ് എന്ന് പറഞ്ഞിരുന്നില്ല. പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. എന്തിനു വേണ്ടിയിട്ടാണ്? ആ കുമാരന്മാരെ സ്വീകരിക്കുന്നതിന് വേണ്ടി, അവരെ സൽക്കരിക്കുന്നതിന് വേണ്ടി, അവർക്ക് ആവശ്യമായിട്ടുള്ള ആദരങ്ങളൊക്കെ അർപ്പിക്കുന്നതിന് വേണ്ടി പൃഥു മഹാരാജാവ് പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു. ഒരു മടിയും കൂടാതെ പെട്ടെന്ന് തന്നെ എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. ഏതുപോലെ? ഏതെങ്കിലും ഒരു ഇന്ദ്രിയ വിഷയം ഉണ്ടാകുന്ന സമയത്ത് ഇന്ദ്രിയ വിഷയത്തിലേക്ക് ഇന്ദ്രിയങ്ങൾ ആകർഷിക്കപ്പെടുന്നത് പോലെയാണ്. ഇന്ദ്രിയ വിഷയങ്ങളിലേക്ക് ഇന്ദ്രിയങ്ങൾ ആകർഷിക്കപ്പെടുന്നത് വളരെ പെട്ടെന്നാണ്. നമ്മൾ അറിയുന്നത് പോലുമില്ല, അല്ലേ? മനോഹരമായിട്ടുള്ള ഒരു കാഴ്ച കാണുന്ന സമയത്ത് കണ്ണ് സ്വാഭാവികമായിട്ടും ആകർഷിക്കപ്പെടും, പെട്ടെന്ന് തന്നെ ആകർഷിക്കപ്പെടും. അതേപോലെ ആ ഭക്തന്മാരിലേക്ക് ആ കുമാരന്മാർ വന്ന സമയത്ത് പൃഥു മഹാരാജാവ് വളരെയധികം ആകർഷിതനായി വളരെ പെട്ടെന്ന് എഴുന്നേറ്റു എന്നാണ് പറയുന്നത്. അപ്പോൾ എഴുന്നേറ്റതിന് ശേഷം പൃഥു മഹാരാജാവ് എന്താണ് ചെയ്തത് എന്ന് അടുത്ത ശ്ലോകങ്ങളിൽ വിശദീകരിക്കുന്നുണ്ട്. വൈഷ്ണവന്മാർക്ക് സേവനം ചെയ്യണം എന്ന് പൃഥു മഹാരാജാവ് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു. ജനങ്ങളോട് ഉപദേശിച്ചിട്ടുണ്ടായിരുന്നു, ഭക്തന്മാർക്കും വൈഷ്ണവന്മാർക്കും സേവനം ചെയ്യണം. അപ്പോൾ പൃഥു മഹാരാജാവ് അങ്ങനെ ഉപദേശിക്കുക മാത്രം ചെയ്യുന്ന വ്യക്തിയല്ല, അത് യഥാർത്ഥത്തിൽ ചെയ്യുക കൂടി ചെയ്യുന്ന വ്യക്തിയാണ്, പ്രാവർത്തികമായിട്ട് ചെയ്യുന്ന വ്യക്തിയാണ്. അപ്പോൾ വൈഷ്ണവന്മാരെ സേവിക്കാനുള്ള ഒരു അവസരം പൃഥു മഹാരാജാവിന് ലഭിച്ചു. ഒട്ടും താമസിയാതെ തന്നെ പൃഥു മഹാരാജാവ് അത് ചെയ്യാൻ വേണ്ടി എഴുന്നേറ്റു എന്നാണ് ഇവിടെ പറയുന്നത്. പൃഥു മഹാരാജാവ് എങ്ങനെയാണ് അവരെ സ്വീകരിച്ചത് എന്ന അടുത്ത ശ്ലോകങ്ങളിൽ നമുക്ക് കാണാൻ സാധിക്കും. അത് നമുക്ക് അടുത്ത ദിവസം വായിക്കാം. നമുക്ക് നാമജപം തുടരാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ പ്രഭുജി. ഹരേ കൃഷ്ണ. ശ്രീകാന്ത് പ്രഭുജി ജപിച്ചോ.
जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्ण 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 हरे हरे, हरे राम राम